ഹായ്. നമ്മളിന്ന് നമ്മളുടെ ഇഞ്ചി പറിക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ തന്നെ നമ്മൾ 2 മമ്മൂട്ടിയൊക്കെ എടുത്ത് നമ്മളെ ഇഞ്ചി തോട്ടത്തിൽ പോയി കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 2 പണിക്കാരത്ത് 2-3 പണിക്കാരത്ത് വരാൻ വേണ്ടി പറഞ്ഞേനു. ഒരു വരുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഏകദേശം നമ്മളെ ഇഞ്ചി തോട്ടത്തിലെത്തി. ഇതാ ഇത് തന്നെയാണ് കേട്ടോ നമ്മളെ ഇഞ്ചി തോട്ടം. പിന്നെ നമ്മളെ ഇഞ്ചി തോട്ടത്തിൽ വന്ന് ഇവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കണേ. നമ്മളെ പണിക്കാരും കാണുന്നില്ല. നമ്മൾ കഴിഞ്ഞ ഒരു ആദിവാസി വീഡിയോ ചെയ്തില്ല പണിയരെ അറിഞ്ഞിട്ടോ. നമ്മളെ കൂടെ പണിക്കാരില്ലേ അവർ നായക്കന്മാരൊക്കെ തന്നെ. അവരോട് വീടാണ് കാണുന്നതൊക്കെ. നമ്മളാൾ വരുന്നുണ്ട്. സൂര്യ ഇവിടെ, സൂര്യ പറഞ്ഞിട്ടില്ല അവനത്ത്. പറഞ്ഞിരിക്കണ തോന്നുന്നു. ഇതന്നെയാ സംഭവം. ഇതിൽ കുറച്ച് ലാസ്റ്റിക്കൊന്നുമില്ല. ഒരു ലാസ്റ്റ് മരത്തിൻ്റെ അതുവരെ അവിടെ നിന്ന് അങ്ങനെ ഇഞ്ചി ഇട്ടിക്കണേ. പിന്നെ ലാസ്റ്റ് ഭാഗത്തൊരു കുറച്ച് ഭാഗം മഞ്ഞൾ ഇട്ടിക്കണേ. ഇതിപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളമായി തോന്നുന്നത്. ഇതേപോലെ ടൈമിൽ ഇതിലേറെ ആവേശത്തിലേനും ഇത് നടാൻ വേണ്ടി ഞാൻ വന്നീനെ. അപ്പോൾ ഇത് ഫുള്ള് കാടായി കിടക്കേനു. ആരത്ത് വെളുത്ത് പോയതാ? നായക്കന്മാരത്ത് പോയതാ ആടോ? അന്ന് നമുക്ക് അവിടെ നിന്ന് പോയേക്കാം. ഇത് നമ്മളെ കറുപ്പന കേട്ടോ. നമ്മളെ മെയിൻ പണിക്കാരനാണ്. വീഡിയോ എടുക്കുകയാണ്. ഒരു ഏരിയ ഉണ്ടോ? 2 പെണ്ണുങ്ങളുണ്ടായിക്കോട്ടെ. അത് വേര് കളയണ്ടേ. അവിടെയൊക്കെ ഫുള്ള് കൃഷികളാണ് കേട്ടോ. ഇപ്പം കൈപ്പങ്ങയും വായൊക്കെ ആയിട്ട് ആ ഒരു ഭാഗത്തൊക്കെ 3 നമ്പറാണ് ലാസ്റ്റ് കാണുന്നത്. നമ്മളിപ്പോൾ ഇനി എങ്ങോട്ട് പോവാം? ഇങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ? ഇങ്ങോട്ട് പോവാം. ഇതിലെ കുറേ മുയലൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇത് പറിച്ചാൽ നമുക്കൊരു വിത്തിനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തീരെ വിലല്ല ഇഞ്ചിക്ക്. നമ്മളിപ്പോൾ ആകെപ്പാടുണ്ടതിന് പ്രതീക്ഷ ഈ ഒരു ഇഞ്ചിയാണ്. സംഭവം ആകെ മൂഞ്ചി, തീരെ വിലല്ലാണ് ഇപ്പോൾ. എന്തായാലും നമ്മൾ പറിച്ചിട്ട് കുറച്ച് മാറ്റി നട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളിത് പറിക്കണത്. എത്രത്തോളം ഇഞ്ചി ഉണ്ടാവും എന്നറിയില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഇതാ ആ ഒരു ഭാഗത്ത് ഒരു 3 ബെഡ് ഓൾറെഡി ഞാൻ പറിച്ചിരുന്നു കേട്ടോ. ഞാൻ തന്നെ വന്നിട്ട് അത് വലിയ കുഴപ്പമില്ല, ഒരു ആവറേജ് ഇഞ്ചിയാണ്. അതായത് പറിച്ച് എത്ര കിട്ടുമെന്ന് അറിയില്ല. നമുക്ക് അത്യാവശ്യം വേണ്ട വിത്തിനില്ലേ ഒരു 8-10 ചാക്കൊക്കെ വേണ്ടിയിരുന്ന് വെച്ചാൽ നമുക്കിന്ന് പറിക്കണം. നമ്മളിപ്പോൾ നേരെ പോണത് നമ്മളെ പണിയൊരു വീഡിയോ ചെയ്തില്ലേ അവരുടെ ഒരു കോളനിക്കാട്ടോ. ഒരു കൊല്ലത്തിനിടയ്ക്കിലെ മാറ്റങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഏകദേശം കുറേ അതങ്ങോട്ട് എത്തട്ടെ. കണ്ടോ നിങ്ങളൊക്കെ കടക്കട്ടെ. പുതിയ പേരെ കൂട്ടിയിരുന്നില്ല? കൂടിയിരിക്കില്ല ഇപ്പം? ഇല്ല, ആയിട്ടില്ല. ആയിട്ടില്ല. ഇനി എന്താ കണ്ടില്ലേ പോലെ ആദ്യത്തെ വീട് കണ്ടില്ലേ? ഇതിപ്പോൾ പുതിയ പണി കഴിഞ്ഞ വീട്. അങ്ങനെ 2-3-4 വീടൊക്കെ പണി കഴിഞ്ഞിരിക്കണേ. നിങ്ങൾ വരുന്നില്ലേ? നിങ്ങളില്ലേ പണിക്ക്? 2 ആൾ മതിയില്ലേ? എന്നാ 2-3 ആളോ പോരി. ആയിക്കോട്ടെ പോരി. അതുപോലെ ഇഞ്ചി പറിക്കാനേ ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ ഫുള്ള്. നമുക്ക് വേണ്ട ഇഞ്ചിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. നടലും അതിന് കളെടുക്കലും ഒക്കെ ഇവിടുത്തെ ആൾക്കാരായിരുന്നു. എവിടെ മുയലിനെ മാറ്റിയല്ലേ? അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ? അതിൻ്റെ ഉള്ളിൽ ഇവിടെ മുയലിനെ കാണിച്ചു കേട്ടോ. ഒരു എന്താ വീഡിയോ കാണിച്ചു കൊടുക്കട്ടെ.
ഓ ഇത് പൊട്ടിച്ചിരിക്കണല്ലോ. ഇത് തന്നെയല്ലേ? ഇതല്ലേ ഇത്? ഹലോ ലൈറ്റ് എവിടാ അച്ഛനോടെ? ലൈറ്റ് ഉണ്ടാവില്ല. ലൈറ്റ് അടിക്കട്ടെ. അച്ഛനോട് പോയി പണിക്ക് പോയോ? കുട്ടികളെ കണ്ടോ കട്ടിക്കിരിക്കണേ? തണുത്തിട്ട് തോന്നുന്നേ അതിൻ്റെ ബാഗ് പോയിരിക്കണേ. ഇത് ഇവരെ മയിലിട്ടോ. ഇതേപോലൊരു പേര. ആകെ ട്രഡീഷണലായിട്ട് പറയാനുള്ളൊരു പേരൊക്കെയാണ് ഉണ്ട്. കുറേ കാലമായി പണി നടന്നവർക്ക് കൊണ്ടിരിക്കാൻ പറ്റില്ല. ബാലനെ കൂടെ എവിടെ? നിങ്ങളിവിടെ എന്താ കാട്ടണ്? നിങ്ങള് എന്താണ് ഈ രാവിലെ തന്നെ ഒരു മുഖം കൂടിയും കഴിഞ്ഞിട്ടില്ല. നമ്മളെ വീഡിയോയില്ലേനു 37 കണ്ടത്. നിങ്ങളാണ് നമ്മൾ വേണ്ടത്. നിങ്ങളെ ആദ്യത്തെ വീഡിയോയില് പല്ല് വെച്ചിട്ടില്ലേ? ഇപ്പൊ നീച്ചിട്ടുള്ളൂ കഴിച്ചിട്ടില്ലേ? നിങ്ങൾ വരുന്നില്ല അപ്പൊ? പണിക്ക് വരുന്നില്ല? ആരൊക്കെ വരുന്നേ? ഞാൻ പുറപ്പെട്ടു. പുറപ്പെട്ടോ? ഒരു 3 ആളത്ത് പറഞ്ഞിക്കണേ. അതുപോലെ വരാന്ന് പറഞ്ഞിക്കണേ. വരി. ഇപ്പൊ നീച്ചിട്ടുള്ളൂ. അതാണ് ക്യാമറയ്ക്ക് വരാൻ വേണ്ടി. 37 ഭയങ്കര കമ്പനിയാ. പിന്നെ ഇത് കറുപ്പൻ്റെ, നമ്മളെ കറുപ്പൻ്റെ വരുന്നത്. നമ്മളിഞ്ഞ് മേലെ പോവാ. 30 കണ്ട് പോയിരുന്നോ? കറുപ്പം പോയോ? പോയില്ലേ? ഇജ്ജ് എങ്ങോട്ടാ പോണേ? ആരെ വീട്ട്? ബാലിന്റെ ചെക്കനാ? ഓനെ കൊണ്ടോട്ടെ എന്നാല്. അതല്ല നിങ്ങക്ക് നിങ്ങളെ ചക്കണത് നിങ്ങളെ സഹായിക്കുക. നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ലല്ലോ. എവിടെ പണി? മൈമലാക്കണ്ടേ? ബാലനെ കൂടെ പണിയില്ല? വല്ലാത്ത ചാ. എന്നാ ബാലനെ വിളിച്ചാൽ മതിയല്ലോ. ബാലെന്നാ പറഞ്ഞില്ലല്ലോ. ബാലന് പണിയുണ്ടെന്ന് പറഞ്ഞു. ഇല്ല? ഇന്നലെ ആ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ബാലിന് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ ഇന്നലല്ല മിഞ്ഞാന്ന്. എന്നിട്ട് ഞാൻ തന്നെ ഒരു പണിക്കാർ എന്താ ഇത് നമ്മളെ ഇവനൊക്കെ ഇവിടെ ചന്ദ്രനൊക്കെ. നിങ്ങളൊക്കെ എങ്ങോട്ട് പോണേ? ആ 3 ആൾ മതിയില്ലേ? വേര് കളയാനല്ലേ? മൊത്തമൊന്നുമില്ല. അതൊരു പകുതി വരെ. ബാക്കിയുള്ളത് ഒരു 4 ആൾക്കാരുണ്ട്. ബാക്കി ബലന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ബലനെ ഇട്ടുന്നോളും. നമ്മളിത് പറിക്കണം. നിങ്ങൾക്ക് ബിരിയാണി ഒക്കെ വെച്ചായിരുന്നു വെച്ചാ അല്ല ഇനി വേറെ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് വേറൊരു ദിവസം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കാം. ഒരു ഫുള്ള് പണിക്കും വിലക്കെ തന്നെ കേട്ടോ ഒന്നിനെ. അപ്പോൾ തമാശ പറയുന്നത് ബിരിയാണി മതി എന്നൊക്കെ പറഞ്ഞ പോലത്ത് പറിക്കുന്ന ടൈം ഉണ്ടാക്കി തരേണ്ടത്. ഇന്നിപ്പോൾ വേറൊരു പരിപാടി ഉണ്ടാകൊണ്ടിപ്പോൾ ഉണ്ടാക്കാനുള്ള ടൈമില്ല. ആ ബാലം വരുന്നുണ്ടല്ലോ. എവിടേക്ക്? ആ പറഞ്ഞേനു. അല്ലേ ഞാൻ വിളിച്ചതാ. അപ്പൊ മൂപ്പര് പറഞ്ഞു വേറെ പണിയുണ്ടെന്ന്. ആ നിങ്ങൾ പോവല്ലേ? ഇതാണ്ടോ നമ്മളെ ബാലന് നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടല്ല. ആള് നമ്മളെ മെയിൻ കമ്പനിയാണ്.
ശരി എന്നാ കാണാം. പോവാ പണിക്ക് പോവാ. ആ ശരി. വെട്ടി ആ മൂപ്പർക്ക് വേറെ പണി ഉണ്ടായതുകൊണ്ട് മൂപ്പര് പോവാ. ചന്ദ്രൻ വരുന്നില്ലേ? ഓനും വന്നോട്ടെ. പറഞ്ഞതല്ലേ? ആ അവൻ വന്നോട്ടെ. ഞാൻ പുറത്തുനിന്ന് നമ്മളെ ഞണ്ട് പിടിക്കുന്ന വീഡിയോ ഇട്ടില്ലേ, അതിൽ നമ്മളെ ചന്ദ്രനുണ്ട്, അജിയും ചന്ദ്രനും. അജി ഇവിടെ അല്ല, അജി ബത്തേരി പോയിക്കാണ്. അപ്പോൾ ചന്ദ്രൻ ഉണ്ട്, ഓനും വരാന്ന്. നമ്മളെ ചന്ദ്രനെ കാണാനല്ല, ചെക്ക നീച്ചിക്കണം എന്താണോ, പോയോക്കട്ടെ. ഇന്നെന്താ തീരെ ആവേശമില്ലാത്ത എനിക്ക്. മറ്റൊരു വലിയ നേരത്തെ വരും കേട്ടോ. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ടാവും. ഒന്നും കാണാനല്ല, പോയോക്കട്ടെ. ചന്ദ്രന് നായക്കനാണ്, വേറൊരു കോളനിയിലാണ്. ഇതിലങ്ങോട്ട് കുറച്ച് പോകണം. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിൽ ഓരോരു കോളനി കാണിക്കാം. നമ്മളിപ്പോൾ ഏകദേശം നായക്കര കോളനിയിൽ എത്തണമായിട്ടോ. സൗണ്ട് എന്താ ഒച്ച മറിക്കാന്ന് വെച്ചാൽ നല്ല ജലദോഷം ഉണ്ടായിരുന്നു. 2-3 ദിവസം മഞ്ഞൊക്കെ കൊണ്ടിട്ട് തോന്നുന്നു. സൗണ്ടൊക്കെ ഭയങ്കര കഫുണ്ട്. അതാണ് സൗണ്ടിന് ചെറിയ മാറ്റം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ഇവലൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നത്. അതിന് ഞണ്ട് പിടിക്കണേ. അതിന് വോയിസ് ഓവറൊന്നും കൊടുത്തിട്ടില്ല. ഭയങ്കര മടിയാണ്. ഇപ്പം അത് ഏകദേശം കുറേ റെഡി ആയി. ഇതുണ്ടോ, അത്യാവശ്യം നല്ല വലിയ വീട് കേട്ടോ. ഗവൺമെൻറ് കെട്ടിക്കൊടുത്താണ്. അതുപോലെ പഴയ വീടുകൾ. വെയിൽ കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ. ചന്ദ്രനൊക്കെ ഇവിടെ പണിക്ക് പോയോ? ആ ഇഞ്ചൊക്കെ പറിച്ചില്ലേ? ഇന്ന് പറിക്കണേ. അതെയോ? നിങ്ങളത് പറിച്ചോ? ആ പറിച്ചു. വിത്ത് അടുത്ത കിള തുടങ്ങി വെച്ചിരിക്കാണ്. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട് ഇഞ്ചി? ഇഞ്ചി ഒരുവിധ കുഴപ്പമില്ല കേട്ടാ. കുഴപ്പമില്ലല്ലേ? കാണുന്നുണ്ടോ? വിത്ത് കാണുന്നുണ്ടോ? വിത്ത് കാണുന്നുണ്ടോ? അകത്താ മക്കള് വെച്ചിരിക്കുന്നു. അകത്ത് വെച്ചിക്ക. എവിടെ ചന്ദ്ര, എത്ര നേരായി? ആ ക്യാമറ നമ്മളെ ചന്ദ്രൻ കേട്ടോ. ഞണ്ട് പിടിക്കണ വീഡിയോ അല്ലേ ഇജിണ്ടല്ലോ? പിന്നെന്താ അന്ന് നല്ല അടിപൊളിയായി അഭിനയിച്ചിട്ട് അല്ലേ ഇന്ന് സീനായി പോയി. ഓണർക്ക് അവിടെ 2 ബെഡ് കൊടുത്തിട്ടുണ്ടെന്ന്. വല്ലാത്ത എവിടെ അവിടെ തന്നെ എന്താ വിളിച്ചു കൊടുക്കണേ തന്നെ. എന്നാ ശരി. എന്താ ചെയ്യാ? ഇന്നാ ഇന്നലെ പറയണ്ട. ഇപ്പഴാണ് വിളിച്ചു പറഞ്ഞ മൂപ്പര്. അല്ല പഠിക്ക് ഇഷ്ടം പോലെ ഒരാളുണ്ടായിരുന്നു. അല്ലേ ഇന്നാ ഓലുണ്ടോ? അത് മതി. നമ്മളെ നായ്ക്കുട്ടിയുടെ എന്റെ ചെറുതൊക്കെ വലുതായി കളിക്കണ്ട ഇവിടെ. പുറത്ത് പോയോ? കാണണ്ടോ നോക്ക? കാണാം. നമ്മളാ ചെറിയ നായ്ക്കുട്ടി അതിനെ കാണിച്ചു തരട്ടോ. സൈസ് കഴിക്കുന്ന ആള് ചന്ദ്രൻ നമ്മളെ പറ്റിച്ചു കേട്ടോ. വരാന്ന് പറഞ്ഞിട്ടോ വരുന്നില്ല. എവിടെ നായിക്കട്ടെ? ഇവിടെ കളിക്കണ്ടായിരുന്നു. ഇവിടെ നോക്കാം. ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഉണ്ടോ? അല്ല നേരത്തെ അവിടെ ഉണ്ടായി. അതാണോ? മണ്ണ് കളറല്ലേ? അതിനെ കണ്ടു. അതിനെ കണ്ട് മനസ്സിലായില്ല. നമ്മളവിടെ നിൽക്കുമ്പോൾ വന്നില്ല ഒരു നായി. അതാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ ഉണ്ടായി ചെറിയ നായിക്കുട്ടി. ഓല് കൊത്തി എന്താകുമെന്നാവും. എത്ര ആളുണ്ട്? ഓല് 3 ആളെ വെച്ചാ. ഇജുണ്ടെങ്കിലേ പണിയൊന്ന് ഉഷാറാവുള്ളൂ. അതാണ് ഇജ് വാടാ ഒഴിവാക്കുന്നാല്. എന്താ ഇന്ന് പോയിട്ട് വാ. ശരി. ആ ശരി. അങ്ങോട്ട് പോവാ. ഇന്ന് പറ്റിച്ചതല്ലേ ഓല് വേറെ പണി. ഓല് സ്വന്തമായിട്ട് കുറച്ച് കൃഷി ഇട്ടിക്കണം. അപ്പം
അതിൻ്റെ പണിയുണ്ട് അർജൻറ്റായിട്ട്. അപ്പോൾ ലില്ലോല് ബാക്കിയുള്ളവർ ഒന്ന് കൊത്തിയെടുത്ത് നോക്കട്ടെ. കോള് നിൽക്കണം. ഓനെ അറിയാമെങ്കിൽ കൊണ്ടുവന്നോ, ഓന് വൈക്കുമെങ്കിൽ വിളിച്ചാ. ചെമ്പണ്ണി ಅದು ചന്ദ്രനേ അർജന്റായിട്ട് എന്തോ മോൻ്റെ തോട്ടത്തിൽ പണി ഉണ്ടല്ലോ. ഇതൊക്കെ ബെഡ് കണ്ടില്ലേ? അവളപ്പനെ പണിക്കൂ. ആരാണ് ആള്? ഇവിടെ കുറച്ച് എമൗണ്ട് ഉണ്ടാവും. ഇവിടെ അതിന് ആ 3 ഭാഗം ഞാൻ പറിച്ചാണത്. ഈ 3 ബെഡ് വലിയ വിളവൊന്നും ഇല്ല, കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ തുടങ്ങിക്കോളി. കള തുടങ്ങിട്ടോ. എത്ര ആട്ടെ ഒരു ബെഡ് വിട്ടു, ഒരു ബെഡ് കുത്തിക്കോ. എത്ര 4 ആള് പെണ്ണുങ്ങളോ? അല്ല, എൻ്റെ ഒരാൾക്ക് പൊട്ടാണ് ഇറച്ചിക്ക്. ഇജെന്താ ഇങ്ങനെ ഒരു വരാന്ന് പറഞ്ഞ് ഒരു വരാന്നല്ല. ഇപ്പം നിങ്ങൾ തുടങ്ങിക്കോളി, ആരെയൊക്കെ വിളിച്ചാൽ മതി. സാധനം 1-2 സാധനമൊക്കെ ഉള്ളു വലുതായിട്ട്. ഒരു ആവറേജ് സാധനങ്ങളാണ്. അതിപ്പോൾ കൂട്ടിക്കളി, ഞാൻ കൊണ്ടുവരാം, കൊട്ട കൊണ്ടുവരാം. ഇത് നമ്മളെ മൂത്താപ്പി ഇപ്പൊക്കെ എത്തിക്കണ്ടോ, വീഡിയോ എടുക്കണ്ടേ? കുറവാ. ആണോ? ഞങ്ങൾ സംഭവം വലുതായിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. മഞ്ഞൾ ഇപ്പം സാമ്പിൾ നോക്കുന്നുണ്ട്. അപ്പുറത്ത് നോക്കി നോക്കി. മഞ്ഞളിന് നല്ല വേരുണ്ട്, ഇഞ്ചിൻ്റെ വേര് മാതിരിയല്ല. അല്ല, മഞ്ഞൾ സാരാണ്, നിർത്തിയാലും കേടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഗുണ്ടൽപ്പട്ടയിൽ ഉണ്ടാക്കുന്ന കാര്യമല്ല. അല്ല, മഞ്ഞൾ നമ്മൾ ബാക്കിയുള്ള സ്ഥലം അങ്ങനെ കുറച്ച് വിത്തുണ്ടായിരുന്നു, അതങ്ങനെ വെറുതെ ഇട്ടാ. ഇതിന് മരുന്നൊരു സാധനം ഇട്ട് കൊടുത്തിട്ടില്ല മഞ്ഞൾക്കൊന്നും. ആവശ്യമില്ല, മരുന്നിൻ്റെ ആവശ്യം ഇല്ലല്ലേ? വളമൊന്നും ഇട്ട് കൊടുത്തില്ല. ഇങ്ങനെ കിട്ടണത് എല്ലാതും നല്ല സാധനമാണ്.
അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഇഞ്ചിപറി അത്യാവശ്യം നമുക്ക് വേണ്ട വിത്തൊക്കെ കിട്ടിട്ടോ. ഈ ഒരു 3 ബെഡും 3 ലൈനും കേട്ടോ. 3 ലൈനും പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ലൈനും നമ്മൾ മൊത്തം ഇന്നലെ പറിച്ച്, ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ അത്ര പറിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട വിത്ത് ഏകദേശം കിട്ടിക്കണം, തിരക്കിടില്ല, കുഴപ്പമില്ല, മോശമില്ലാത്ത വിളവൊക്കെ ഉണ്ട്. പിന്നെ ആ വിത്ത് പറിക്കുന്ന ടൈമിൽ നമുക്ക് കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വേറൊരു സ്ഥലം വരെ പോയി അതിനിടയ്ക്ക്. അതാണ് ആ ഭാഗങ്ങൾ നമ്മൾ കാണിക്കാമെന്ന്. പിന്നെ ഇവിടുന്ന് വിത്ത് ചാക്കിലാക്കിയിട്ട് വണ്ടിയിൽ അനിയനും ഉപ്പയൊക്കെപ്പാടെ കൂടി പെരയിൽ കൊണ്ടിടുക ചെയ്യുക. ഇവിടുന്ന് അങ്ങോട്ട് മേലേക്ക് ഉണ്ടല്ലേ, മേലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തുണ്ട്. ഇപ്പം നമ്മളിതിൻ്റെ പകുതി പറിച്ചിട്ടില്ല നമ്മളിപ്പം, അപ്പം മേലേക്കിഞ്ഞും പകുതിയിലേറെ പറിക്കാനുണ്ട്. അപ്പം വിത്തിനൊക്കെ ആവശ്യമില്ല. ഇഞ്ചി വിത്താണെങ്കിലും നമ്മളപ്പുറത്ത് മഞ്ഞൾ നട്ടിട്ടുണ്ടോ, അത് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചില്ല. പറിച്ചത് ഒരു ബെഡ് മാത്രം ഇന്നലെ ഈ മഞ്ഞൾ പറിച്ചുള്ളൂ, അത് നമ്മൾ കാണിച്ചില്ല ഇതിൽ. ആ ഒരു ഭാഗത്തേക്ക് മഞ്ഞളും നമുക്ക് പറിക്കാനുണ്ട്. അപ്പോൾ ഇഞ്ചി വിത്തും മഞ്ഞളൊക്കെ വേണ്ടതിൽ
നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ മാക്സിമം ഒരു ആവറേജ് റേറ്റിൽ നമ്മൾ തരാം. വിത്തിന് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയുന്നുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു കേടുമില്ല. നല്ല വിത്താണ്. വേണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ വിത്ത് തരാം. അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് കുറച്ച് പറിച്ചിട്ട് വേറൊരു സ്ഥലം നടാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ പറിച്ചത്. ഈ മേലേക്ക് അത്രയും പറിക്കാനുണ്ട്. അത് ഇനി നോക്കട്ടെ, ഇനി വിത്തിന് വേണ്ടവർക്ക് പറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇച്ചിരി മണ്ണിട്ട് മൂടുകയൊക്കെ ചെയ്യണം. അപ്പോൾ ശരി, നമ്മളെ ഈ ഒരു ഇഞ്ചി പറി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വിത്തൊക്കെ കണ്ടില്ല, ഇത് അവിടെ ഒക്കെ ഉണ്ട്. പഴയ വിത്താട്ടോ, ഇവിടെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് അടുത്തൊരു എപ്പിസോഡിൽ കാണാം.